ഹായ് ഹലോ എല്ലാവർക്കും ബിഗ് ബോസ് റിവ്യൂയിലേക്ക് സ്വാഗതം. രാവിലെ തന്നെ ഷാനവാസിൻ്റെ ചങ്ക് പൊട്ടിപ്പോകുന്നുണ്ട്. ആദില അക്ബറിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചു. ഇത് കണ്ടു നിൽക്കാൻ നമ്മുടെ ഷാനവാസിന് കഴിയുന്നില്ല. ഇതെപ്പോഴാണ് സംഭവിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോർണിംഗ് ആക്ടിവിറ്റി ഉണ്ടായിരുന്നു. വിഷമിപ്പിച്ചവരോട് സോറിയും സന്തോഷിപ്പിച്ചവരോട് താങ്ക്സും പറയാനുള്ള ആക്ടിവിറ്റി. 7 കണ്ടസ്റ്റൻസ്, അതായത് ടോപ്പ് 7 ആയിരുന്നു ഈ ടാസ്ക് കൊടുത്തിരുന്നത്. 7 പേര് നന്നായി പറഞ്ഞു. പക്ഷേ ഇതിൻ്റെ അകത്ത് എടുത്തു പറയേണ്ടത് ആദിലേനെയാണ്. വിഷമിപ്പിച്ചതായി ആദില പറയുന്നത് ആര്യൻ്റെ പേരാണ്. ഒരു പ്രാവശ്യം നൂറയുടെ വയറ് നോക്കി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ടോക്ക് നടന്നിട്ടുണ്ടായിരുന്നു. അതൊട്ടും വേണ്ടിയില്ലായിരുന്നു എന്ന് ആദിലയ്ക്ക് തോന്നി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നല്ലൊരു ക്വാളിറ്റിയാണ്. ഒരു തെറ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ സോറി പറയാൻ കാണിക്കുന്ന മനസ്സ് വലുതാണ്. അവിടെ ഉള്ളവർക്ക് പലർക്കും ഇല്ലാത്തതും അത് തന്നെയാണ്. താങ്ക്സ് പറയാനുള്ളത് അനുമോളോടാണ് എന്ന് പറഞ്ഞിട്ട് തുടങ്ങിയത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈസിലി മാനിപ്പുലേറ്റ് ആകുമെന്ന് അനുമോളാണ് എന്നെ പഠിപ്പിച്ചത്. കാരണം അവൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഈസിലി മാനിപ്പുലേറ്റ് ആയി പോവാറുണ്ട് പല സമയങ്ങളിലും. പിന്നെ ആക്ടിങ് ഇത്ര എളുപ്പമാണ് എന്ന് പഠിപ്പിച്ചത് അനുമോളാണ് എന്നാണ് പറയുന്നത്. കാര്യം പലരുടെയും മുന്നിൽ അഭിനയിച്ച് നിൽക്കുക, എന്നിട്ട് അപ്പുറം വന്ന് കുറ്റം പറയുന്ന ഒരു പ്രതീതി അനുമോളാണ് അതിനെ പഠിപ്പിച്ചത് എന്ന് നല്ല വ്യക്തമായിട്ട് അനുമോളുടെ മുന്നിൽ നിന്ന് പറയുന്നുണ്ട്. അനുമോൾക്ക് ഇല്ലാത്തൊരു കഴിവാണ്. ഒരാളോടും മുന്നിൽ നിന്ന് പറയാൻ പറ്റില്ല. എല്ലാവരോടും പോയി കഴിഞ്ഞിട്ട് പാത്ത് അവിടുത്തെ ക്യാമറയിൽ കേൾക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെളുപ്പിച്ചുകൊണ്ടിരിക്കും. അതിനുശേഷം ആദില പറഞ്ഞ വാക്കുകളാണ് ഷാനവാസിനെ മുറിവേൽപ്പിച്ചത്. പലരും മാനിപ്പുലേറ്റ് ചെയ്തിട്ടാണ് അക്ബറിനെ തെറ്റിദ്ധരിച്ചത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഷാനവാസിനെ കൊണ്ടു. ഷാനവാസിനെ കുറിച്ച് തന്നെയാണ് അത് പറഞ്ഞത്. പിന്നെ അനുമോളെക്കുറിച്ചും എന്ന് പറയാതിരിക്കാൻ വയ്യ. കാരണം പുറത്തുനിന്ന് വന്നവരുടെ അടുത്ത് നിന്ന് കറക്റ്റ് ന്യൂസ് കിട്ടിയിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. ഇനി അടുത്തൊരു നല്ലൊരു മാമാപ്പണിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അതിൻ്റെ ആൾ ജിഷിനാണ്. ജിഷിൻ ഇന്നലെ അക്ബറിൻ്റെ അടുത്തുണ്ടായിരുന്നു കരഞ്ഞുകൊണ്ടിരുന്നപ്പം. അപ്പോൾ കാര്യങ്ങളൊക്കെ തിരക്കി പോയിട്ട് ഇത് നേരെ ഷാനവാസിലേക്ക് എത്തിക്കുകയും ഷാനവാസ് മുഖേന അനുമോളിലേക്ക് എത്തുകയാണ് ചെയ്തത് എന്ന് എനിക്ക് തോന്നുന്നു. കാര്യം എന്താണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദില ഇറങ്ങി പോകാൻ നേരത്തെ ഒരു നമ്പറും കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അക്ബറിനെ നന്നായി വെളുപ്പിക്കുകയാണ് എന്നൊരു മെസ്സേജ് PR ടീമിനെ അറിയിക്കണമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. നൂറയ്ക്ക് PR വേണമെങ്കിൽ 50,000 രൂപ ഇവർക്ക് അയച്ചു കൊടുക്കാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ അനുമോൾ എന്ന് പറയുന്ന നല്ല കുല സ്ത്രീ. ഈ കാര്യങ്ങൾ അനുമോൾ അറിയുകയും അതിനെ വെളുപ്പിക്കാൻ അനുമോൾ വേറൊരു പ്ലാനും കൊണ്ട് വരുന്നുണ്ട്. ഇതിനെ വെളുപ്പിക്കാൻ അനുമോൾ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കൊടുത്ത നമ്പർ എൻ്റെ വീട്ടിലെയാണെന്നും അവരെ വിളിച്ചിട്ട് PR ടീമിനെ കോൺടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആദിലേനോട് പറഞ്ഞത് എന്നും പിന്നെ വീട്ടിലേക്കാകുമ്പോൾ കുറച്ച് വിശേഷങ്ങളൊക്കെ പറയുമല്ലോ, അത് പ്രകാരമാണ് ഈ ആഴ്ച ഇവിടെ അക്ബറിനെ വെളുപ്പിക്കുന്നതായിട്ടൊക്കെ സംസാരിച്ചു എന്നുള്ള രീതിയിൽ അത് വെളുപ്പിക്കാൻ ശ്രമിക്കുന്നത്. ഈ അനുമോൾക്ക് എന്താ ബോധമില്ലേ? അല്ലെങ്കിൽ കണ്ടിരിക്കുന്ന ജനങ്ങൾക്ക് ബോധമില്ലേ? ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അനുമോളാണ് ജനങ്ങളെ കട്ടപ്പയാക്കുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇനിയുള്ള കഥ നടക്കുന്നത് എല്ലാവരുടെയും ബോണ്ടിങ് ആയിട്ടുള്ള ഒരു വീഡിയോസൊക്കെ പ്ലേ ചെയ്തതിന് ശേഷം നമ്മുടെ ആദില, നൂറ, ശൈത്യ, അനുമോളൊക്കെ കെട്ടിപ്പിടിച്ചതിന് ശേഷം ഇവർ തമ്മിലുള്ള പ്രശ്നമൊക്കെ തീർന്നിട്ട് ആ സമയത്തും ശൈത്യനോട് അനുമോൾ ചോദിക്കുന്നുണ്ട്, ഞാൻ 15 ലക്ഷത്തിൻ്റെ PR കാര്യം ഞാൻ നിന്നോട് പറഞ്ഞിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴും ശൈത്യ പറയുന്നുണ്ട്, ഞാനെന്തിനു നുണ പറയണം, നീ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതേ കാര്യം എൻ്റെ വീട്ടിലേക്ക് നിൻ്റെ PR വിളിച്ചപ്പോഴും ഈ 15 ലക്ഷത്തിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതപ്പോൾ എവിടെ നിന്ന് വന്നു എന്ന് ചോദിക്കുമ്പോൾ അനുമോൾക്ക് ഒരു ഉത്തരവില്ല. പിന്നെ 30 ലക്ഷത്തിൻ്റെ വീടിൻ്റെ ലോൺ, ഇത് നമ്മുടെ കലാഭവൻ സരിക പറയുന്നുണ്ട്. ഒരു 30 ലക്ഷത്തിൻ്റെ ലോൺ വേണമെങ്കിൽ അവർക്ക് സ്ഥിര വരുമാനം വേണം, അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള പ്രോപ്പർട്ടി വേണം. അപ്പോൾ അല്ലാതെ ലോണൊന്നും ലഭിക്കില്ല. ഇതൊന്ന് ചിന്തിച്ചാൽ പോരെ. അപ്പം അനുമോൾക്ക് എങ്ങനെ ഈ 30 ലക്ഷം ലോൺ കിട്ടി എന്നതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അവരുടെ ആസ്തിയിലുണ്ട് അത് എന്ന് കലാഭവൻ സരിക അവിടെ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. ഇനി ഞാൻ ഇത്രയും ദിവസം വെച്ചിട്ട് അനുമോളുടെ ഫ്രണ്ട് ആവാനുള്ള ക്രൈറ്റീരിയനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഞാൻ പറയാം. അനുമോളുടെ ഫ്രണ്ട് ആവണമെങ്കിൽ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നോക്കിയിരിക്കണം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, അനുമോൾ കാണുന്ന പോലെ ബാക്കിയുള്ളവരെ കാണാൻ നമ്മൾ പഠിക്കണം. അനുമോൾ വീട്ടിലുണ്ടെങ്കിൽ അനുമോളെ മാത്രം മൈൻഡ് ചെയ്യാൻ ശ്രമിക്കണം. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, അനുമോൾ വിളിക്കുമ്പോൾ പോയില്ലെങ്കിൽ കട്ടപ്പ എന്ന് വിളിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അനുമോൾ ഏത് സമയം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. നാലാമത്തതാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. നമ്മൾ അനുമോളായിട്ട് തെറ്റിയിട്ടുണ്ടെങ്കിൽ അനുമോളുടെ പുറകെ നമ്മൾ പോകണം. അനുമോൾ നമ്മുടെ പുറകെ വരില്ല. കാര്യം അനുമോൾ ഇമേജ് കോൺഷ്യസ് ആണ്. നമുക്ക് പിന്നെ ആ ഇമേജ് എന്ന് പറയുന്ന സാധനമൊന്നും ഇല്ലല്ലോ. സോ അതുകൊണ്ട് നമ്മൾ തന്നെ പുറകെ പോകണം. സോ ഈ 4 ക്രൈറ്റീരിയ ഉണ്ടെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് അനുമോളുടെ ഫ്രണ്ട് ആവാൻ കഴിഞ്ഞേക്കും. ഇന്ന് മിഡ് വീക്ക് എവിക്ഷൻ നടന്നിട്ടുണ്ടായിരുന്നു. ആദിലയാണ് പോയത്. ആദില പോകാനുള്ള കാരണം അനുമോളൊന്നും അല്ല, അവരുടെ വോട്ട് സ്പ്ലിറ്റ് ആയതാണ് ആദിലയും നൂറയും തമ്മിലുള്ളത്. ഇനി അതങ്ങനെ പടച്ചു വിടാൻ കുറേ ആൾക്കാരുണ്ടാവും. ഇനി ഞാൻ ഒരു കാര്യം കൂടെ അനുമോളെക്കുറിച്ച് പറയാൻ വിട്ടുപോയി. അനുമോൾ പറഞ്ഞ കാര്യമാണ്, ആദില ദേഷ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇല്ലാത്ത കാര്യം സംസാരിക്കുമെന്ന്. ഇന്ന് 3 പ്രാവശ്യമാണ് പറഞ്ഞത്. അതെന്തിനാണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലായോ? ഈ ഇല്ലാത്ത കാര്യം എന്ന് സ്ട്രെസ് ചെയ്ത് പറയാനുള്ള റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആദിലയാണ് അക്ബറിനോട് പറഞ്ഞത് ആ ഫോൺ നമ്പർ തന്ന കാര്യവും പിന്നെ അക്ബറിനെ കുറിച്ച് ഇങ്ങനെയുള്ള പരാമർശങ്ങളൊക്കെ PR പറയണമെന്നൊക്കെ പറഞ്ഞത്. സോ അതുകൊണ്ട്, അതായത് അനുമോളെ വീണ്ടും വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് പറയുന്ന ഒരു കാര്യമായിട്ടാണ് നിങ്ങൾ ഇതിനെ കണക്കാക്കേണ്ടത്. പിന്നെ കൂടാതെ ഒരു ഫ്രണ്ടാണ് ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത് തന്നെ.
അപ്പം തന്നെ ലക്ഷ്മിൻ്റെ അടുത്ത് പോയിട്ട് അനുമോളെ വെളുപ്പിക്കാൻ വീണ്ടും തുടങ്ങുന്നുണ്ട്. എന്നിട്ട് പറയുന്നതോ ആദിലേൻ്റെ കാര്യമാണ്. ഇതാണ് അനുമോളുടെ ഫ്രണ്ടിനുള്ള വില എന്ന് പറയുന്നത്. ഇതിൽ നിന്ന് അടിസ്ഥാനമായി നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പുറത്തുണ്ടായിരുന്നപ്പോൾ പലരും അക്ബറിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു, ഫ്രണ്ട്സിന് ഒരു വാല്യൂവും കൊടുക്കാത്ത ഒരാളാണ് അനുമോൾ. അത് തെളിയിച്ചിരിക്കുകയാണ്. അത് വലിയൊരു ശരിയാണ് എന്ന് എനിക്കും മനസ്സിലായി. സോ ഇതാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നു വരുന്നു. അനുമോളെ പോലെയുള്ളൊരു വേഴ്സ്റ്റ് ആയിട്ടുള്ള കണ്ടസ്റ്റൻറ്റ് BB ഹിസ്റ്ററിയിൽ ഉണ്ടായിട്ടില്ല. ഞാനിത് ലൈവ് കണ്ടിട്ടും എപ്പിസോഡ് കണ്ടിട്ടും മനസ്സിലാക്കിയൊരു കാര്യമാണ്. എങ്ങനെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നു എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. എന്നിട്ടും ഒരു ഉളുപ്പും ഇല്ലാതെ ബാക്കിയുള്ളവരെ താത്തി കെട്ടാനും പുറത്തിറങ്ങിയാൽ PR ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് എന്ന് അറിഞ്ഞിട്ട് കൂടി അനുമോൾക്ക് ധാഷ്ട്യം കാണിച്ച് നടക്കുകയാണ് അവിടെ. അല്പം ഉളുപ്പൊക്കെ ആവാട്ടോ. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.